ഹായ് ഗൈസ്, ഇന്ന് മുതൽ നമ്മൾ കാണാൻ പോകുന്നത് ഒരു സൂപ്പർ ഹിറ്റായിട്ടുള്ള ഒരു ജാപ്പനീസ് സീരീസാണ് കേട്ടോ. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റൊമാൻറ്റിക് കോമഡി ആയിട്ടുള്ള ഒരു കുഞ്ഞു ഡ്രാമയാണ്. മൊത്തത്തിൽ 8 എപ്പിസോഡ് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് നമ്മളുടെ ചാനലിൽ 2 എപ്പിസോഡ് വെച്ചിട്ട് കാണാം. അപ്പോൾ വെച്ച് താമസിപ്പിക്കാണ്ട് സീരീസിലോട്ട് കടന്നാലോ. എപ്പിസോഡ് തുടങ്ങുന്നതിന് നമ്മളുടെ ഈ സീരീസിൻ്റെ നായികയായിട്ടുള്ള ഹനേനെ കാണിച്ചുകൊണ്ടാണ്. ആക്ച്വലി ഇവളൊരു കൊറിയൻ ആക്ട്രസ് ആണ്. ഇവളിതിലും ഒരു കൊറിയക്കാരിനെ പോലെ തന്നെയാണ്. പക്ഷേ ഇവൾക്ക് ജാപ്പനീസ് നല്ലതുപോലെ അറിയാം. ഇവളൊരു ഷെഫാണ്. ഇവളുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവളൊരു പക്ക ഇൻട്രോവേർട്ടാണ്. ഇവക്കാണെങ്കിൽ സോഷ്യലൈസ് ആവുന്നത് ഇഷ്ടമല്ല. മെയിനായിട്ടും ആൾക്കാരുടെ കണ്ണുകളിൽ നോക്കി അവൾക്ക് സംസാരിക്കാനേ പറ്റത്തില്ല. അവരവളെ തുറിച്ച് നോക്കുന്നത് പോലെ അവൾക്ക് ഫീൽ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവൾ ആരും അറിയാണ്ട് ഒറ്റയ്ക്കൊരു സ്റ്റുഡിയോയിൽ നല്ലതുപോലെ കുറച്ച് ചോക്ലേറ്റ് ഒക്കെ ഉണ്ടാക്കി ആരും അറിയാണ്ട് ഒരു ബേക്കറിയിൽ കൊണ്ടുവന്ന് വിൽക്കുക ചെയ്യുന്നത്. ഇവളുടെ പാഷൻ എന്ന് പറയുന്നത് കുക്കിംഗ് ആണ്. ഇവളിപ്പോൾ ഒരു ബേക്കറിയിൽ കൊണ്ടുപോയി അവളുടെ ചോക്ലേറ്റ്സ് വിൽക്കുമെന്ന് പറഞ്ഞില്ലേ, ആ ബേക്കറിയുടെ പേര് ലാ സേവിയർ എന്ന. ഈ ബേക്കറി റൺ ചെയ്യുന്ന വേറെ ആരുമല്ല, അവളുടെ അങ്കിളായിട്ടുള്ള ആൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇവക്ക് ആ ബേക്കറിയിൽ കൊണ്ടുവന്ന് ആ ചോക്ലേറ്റ്സ് വിൽക്കുക എന്ന് പറയുന്നത് അത്ര ടാസ്ക് ഉള്ള കാര്യമൊന്നുമല്ല. പക്ഷെ അവിടെയുള്ള സ്റ്റാഫുകൾക്ക് ആർക്കും ഇവൾ ആരാണെന്നോ ഇവളുടെ ഐഡന്റിറ്റി എന്താണെന്നോ ഒന്നും അറിയത്തില്ല. ആ ബേക്കറിയിൽ ഭയങ്കരമായിട്ട് ഹോട്ട് സെല്ലിംഗ് ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു ചോക്ലേറ്റിന്റെ പാലറ്റ് ഉണ്ട്. റെയിൻബോ ചോക്ലേറ്റ് പാലറ്റ് എന്നാണ് അതിനെ അറിയപ്പെടുന്നത്. അതിനകത്തുള്ള ഏറ്റവും യുണീക്ക് ആയിട്ടുള്ള ഡിഷ് എന്ന് പറഞ്ഞാൽ അത് വേറെ ആരുടെയല്ല, നമ്മളുടെ ഹന ഉണ്ടാക്കുന്ന ആ ഒരു ചോക്ലേറ്റ് തന്നെയാണ്. എല്ലാവരും ഇവളെ കാണാൻ വേണ്ടിയിട്ട് വെയിറ്റിംഗ്, പക്ഷെ ആർക്കും ഇവളെ അറിയത്തില്ല. അതേസമയം തന്നെ നമ്മളുടെ ഈ സീരീസിന്റെ നായകനെ കാണിക്കും. അവന്റെ പേര് ഫ്യൂജി എന്നാണ്. അവനൊരു വലിയ കമ്പനിയുടെ CEO ആണ്. അവരുടെ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് തന്നെ ഫുഡ് റിലേറ്റഡ് ആയിട്ടുള്ള കമ്പനീസിനെ സ്പോൺസർഷിപ്പ് ചെയ്യുക, അതേപോലെ തന്നെ ആ കമ്പനീനെ ഏറ്റെടുത്ത് നടത്തുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. നമ്മുടെ ഫ്യൂജിയുടെ അച്ഛൻ തന്നെയാണ് ഈ കമ്പനിയുടെ മാനേജർ. ഇവിടെയായിട്ട് നമ്മുടെ ഫ്യൂജിക്ക് ഒരു പ്രശ്നമുണ്ട്. അവനാണെങ്കിൽ ഹ്യൂമൻ ടച്ച് ഇഷ്ടമല്ല. അവന് ആൾക്കാരാരേലും അവനെ തൊട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഒരു അലർജി പോലെ വന്നിട്ട് അവന്റെ ദേഹം മൊത്തവും തണുത്ത് കയറും. ഇവിടെയായിട്ട് നമ്മളുടെ ഫ്യൂജി എന്ന് പറയുന്നവൻ ഭയങ്കര ഹൈജീനിക് ആയിട്ടുള്ള ഒരാളുമാണ്. അവന്റെ ദേഹത്ത് ഒരു സ്റ്റെയിൻ പോലും പറ്റാൻ അവൻ സമ്മതിക്കത്തില്ല. ഇവിടെയായിട്ട് നമ്മളുടെ ഫ്യൂജി ആണെങ്കിൽ ഫോഴ്സ്ഫുള്ളി ഒരു പ്രസന്റേഷൻ നടത്തിക്കൊണ്ടിരിക്കുമായിരുന്നു. പെട്ടെന്ന് തന്നെ അവന്റെ കയ്യിലുള്ള പേന താഴെ വീഴുന്നതും അവിടെയുള്ളൊരു എംപ്ലോയിയുമായിട്ട് ഇവൻ ചെറുതായിട്ടൊന്ന് കയ്യിൽ തൊടും. ഇത് കാരണം അവന് പെട്ടെന്ന് തന്നെ ഇറിറ്റേറ്റ് ആയിട്ട് നമ്മളുടെ ഫ്യൂജി അവിടെ നിന്ന് വേഗം തന്നെ ഇറങ്ങിപ്പോവും. അവൻ ആ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാനേ പറ്റത്തില്ല. ഫ്യൂജി എപ്പോഴും അവന്റെ പെട്ടിയിലായിട്ട് ഒരു സെറ്റ് ഡ്രസ്സും കൊണ്ടാണ് നടക്കുന്നത്. ഒരു സ്റ്റെയിൻ ആയാൽ പോലും അവൻ ആ സെക്കൻഡിൽ ഡ്രസ്സ് അപ്പോഴും തന്നെ ചേഞ്ച് ആക്കും. അത്രയ്ക്കും വൃത്തിക്കാരനാണ്. അതേസമയം തന്നെ നമ്മളുടെ ഹനേനെ കാണിക്കും. അവളുടെ അങ്കിളിന്റെ കൂടെ ഇരുന്ന് ഫുഡ് കഴിക്കുമായിരുന്നു. സത്യം പറഞ്ഞാൽ ഈ അങ്കിളെന്ന് വെച്ചാൽ ഇവള് റാൻഡമായിട്ട് പരിചയപ്പെട്ട ഒരാളാണ്. ഇവര് രണ്ടുപേരും നല്ല കമ്പനിക്കാരാവുക ചെയ്യുന്നത്. സത്യത്തിൽ നമ്മുടെ ഹാന ഭയങ്കര ടാലന്റഡ് അല്ലേ. അവൾ ഒരിക്കൽ ഒരു കോമ്പറ്റീഷനിൽ പങ്കെടുക്കാൻ പോയി. എന്നാൽ അതിന്റെ ലാസ്റ്റ് സ്റ്റേജ് ആയതും എല്ലാവരും അവളെ നോക്കി നിൽക്കുന്ന കണ്ടിട്ട് അവൾ ഭയങ്കര നെർവസായി ആ കോമ്പറ്റീഷനിൽ തോറ്റുപോവുക ചെയ്തത്. ഇവളുടെ ഈ ഒരു പ്രശ്നം കാരണം തന്നെയാണ് അവളൊരു ബേക്കറിയിൽ വർക്ക് ചെയ്യാത്തതും അതേപോലെ സ്വന്തമായിട്ടൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാത്തതും. ഇവിടെ ഈ അങ്കിളിനാണെങ്കിൽ നമ്മുടെ ഹനയുടെ കാര്യത്തിൽ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. അയാൾ മാത്രമാണ് അവൾക്ക് കൂട്ടായിട്ടുള്ളത്. ഇയാളിപ്പോൾ നല്ല വയസ്സായില്ലേ. ഇയാൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഹനയ്ക്ക് പിന്നെ ആരും കാണത്തില്ലല്ലോ. ഇവക്കൊരു റിലേഷൻഷിപ്പ് പോലും ഉണ്ടായിട്ടില്ല. ഇവിടെയായിട്ട് നമ്മളുടെ അങ്കിള് പറയും, നിന്റെ ബർത്ത്ഡേ വരുമല്ലേ, നമുക്ക് എന്തായിരുന്നാലും പുറത്തൊരു റെസ്റ്റോറൻറ്റിൽ പോയി ഫുഡ് കഴിക്കാമെന്ന്. ഇവിടെയായിട്ട് നമ്മളുടെ ഈ അങ്കിളാണെങ്കിൽ തൊട്ടടുത്ത് തന്നെയുള്ള ഒരു ബാറിലായിട്ട് വരും. അവിടെയായിട്ടൊരു ചെറുക്കനുണ്ട്. അവൻ്റെ പേര് ഹിരോഷി എന്നാണ്. അവൻ്റെ അടുത്ത് പറയും, ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നീ ഒരു ഡേറ്റിന് പോകുമോ, എൻ്റെ ഒരു കസിൻ കുട്ടിയാണ്, അവൾക്ക് വേണ്ടിയിട്ടാന്ന് പറയും. ഇത് കേൾക്കുന്നതും ഈ ഹിരോഷി എന്ന് പറയുന്നവൻ ഓക്കെ പറയും. സത്യം പറഞ്ഞാൽ ഈ ഹിരോഷിയുടെ അടുത്ത് നമ്മളുടെ ഹനയ്ക്ക് ഒടുക്കത്തെ ക്രഷാണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ കാലങ്ങൾക്ക് മുന്നേ ആയിട്ട് നമ്മളുടെ ഹന ഇങ്ങനെ റോഡ് ക്രോസ് ചെയ്യുന്ന സമയത്ത് ഈ ഹിരോഷിയാണ് അവളെ ആക്സിഡൻ്റലി വന്ന് രക്ഷിച്ചത്. എന്നാൽ ഹിരോഷി ഇവളുടെ ഫേസ് ഒന്നും കണ്ടില്ല. പക്ഷെ നമ്മളുടെ ഹന ഇവനെ ശ്രദ്ധിച്ചായിരുന്നു. എന്താന്ന് വെച്ചാൽ ഇയാളാണെങ്കിൽ കെൻഡോയുടെ ഡ്രസ്സായിരുന്നു ഇട്ടിരുന്നത്. അവൻ കെൻഡോ പ്രാക്ടീസ് ചെയ്യാൻ പോകുന്ന സമയമായിരുന്നു. അങ്ങനെ നമ്മളുടെ ഹനയാണെങ്കിൽ ഇവന്റെ കൂടെ മിങ്കിളാവാൻ വേണ്ടിയിട്ട് കെൻഡോ പ്രാക്ടീസ് ചെയ്യാനൊക്കെ പോകും. പക്ഷേ കെൻഡോ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് തലയിൽ ഹെൽമെറ്റ് വെക്കണമല്ലോ. അതുകൊണ്ട് തന്നെ നമ്മളുടെ ഹനയുടെ ഫേസ് അവനൊട്ടും അറിയത്തില്ല. ഇവിടെയായിട്ട് നമ്മുടെ അങ്കിളാണെങ്കിൽ ഏത് സമയവും ആ ബാറിൽ പോയി കഴിഞ്ഞാൽ നമ്മളുടെ ഹനയ്ക്ക് ഈ ഹിരോഷിയുടെ വീഡിയോ ഒക്കെ എടുത്ത് അയച്ചു കൊടുക്കും. അതുകൊണ്ട് തന്നെ അങ്കിളിന് നന്നായിട്ട് അറിയാം നമ്മുടെ ഹനയ്ക്ക് ഇവൻ്റെ അടുത്ത് കൊടുക്കത്ത ക്രഷായെന്ന്. പിന്നീട് കാണിക്കുന്ന ഈ സീരീസിൻ്റെ തന്നെ വേറൊരു ക്യാരക്ടറിനെയാണ്. അവളുടെ പേരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോക്ടർ ഐറീൻ
എന്നാണ്. ഇവളൊരു സൈക്കാട്രിസ്റ്റ് ആണ്. ഇവളെ കാണാൻ വേണ്ടിയിട്ട് നമ്മളുടെ ഫ്യൂജി വരും. സത്യം പറഞ്ഞാൽ ഇവർ രണ്ടുപേരും ക്ലാസ്മേറ്റാ. ഇവിടെയായിട്ട് നമ്മളുടെ ഈ ഐരീൻ പറയും, ഞാൻ പണ്ട് വിചാരിച്ചായിരുന്നു നിന്റെ അടുത്ത് ഞാൻ ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോൾ നീ എന്തുകൊണ്ടാണ് എന്നെ റിജക്ട് ചെയ്തേന്ന്. ഇപ്പോഴല്ലേ കാര്യം മനസ്സിലായത്. ഇവിടെയായിട്ട് നമ്മുടെ ഫ്യൂജി ആണെങ്കിൽ എന്തൊക്കെയായിരുന്നാലും ഇതൊന്ന് ട്രൈ ചെയ്യാമെന്നും വെച്ചിട്ട് അവരുടെ തെറാപ്പി ക്ലാസ് ഒക്കെ അറ്റൻഡ് ചെയ്യും. എന്നാൽ അവൻ അതിൽ വലിയ വ്യത്യാസമൊന്നും ഫീൽ ചെയ്തില്ല. പിന്നീട് കാണിക്കുന്ന നമ്മളുടെ ഹനയാണെങ്കിൽ അവളുടെ ബർത്ത്ഡേയുടെ അന്ന് അങ്കിളിന്റെ കൂടെ ഡിന്നർ കഴിക്കാൻ വേണ്ടിയിട്ട് പോവാൻ നല്ലതുപോലെ റെഡി ആവുന്നതാ. അവള് നല്ല കൺഫ്യൂസ്ഡ് ആയിരുന്നു ഏത് ഡ്രസ്സ് ഇടണമെന്ന് ആലോചിച്ചിട്ട്. അവസാനം അവള് ആ ഒരു ഹോട്ടലിലെ വെയിട്രസിന്റെ ഡ്രസ്സ് തന്നെ ഇട്ടുകൊണ്ട് പോകുന്ന കാര്യം അവളെ ആരും ശ്രദ്ധിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. അവളാണെങ്കിൽ ആ റെസ്റ്റോറൻറ്റിൽ വന്നിട്ട് ഇവളുടെ അങ്കിളിനെ കോൾ ചെയ്യും. അപ്പോൾ അങ്കിള് പറയും, മോളെ ഞാൻ നിന്റെ അടുത്ത് കള്ളം പറഞ്ഞതാ, യഥാർത്ഥത്തിൽ ഞാൻ ഹിരോഷിനെയാണ് അവിടെ വിളിച്ചേക്കുന്നത്, അവനുമായിട്ട് നിനക്കൊരു ഡേറ്റ് ആണ് അറേഞ്ച് ചെയ്തിരിക്കുന്നതെന്ന്. എന്നാൽ നമ്മളുടെ ഹനയ്ക്ക് അതിന് വേണ്ടിയിട്ടുള്ള ധൈര്യം ഉണ്ടെന്നാണോ അവൾ ആ സെക്കൻഡിൽ തന്നെ അവിടെ നിന്ന് മുങ്ങിക്കളയും. എന്നാൽ ഹിരോഷി ആണെങ്കിൽ ഇവക്ക് വേണ്ടിയിട്ട് അവിടെ വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു. അതേസമയം തന്നെ നമ്മുടെ ഹനയാണെങ്കിൽ അവളുടെ കോട്ട് അവിടെ മറന്നു വെച്ചിട്ട് പോകും. അത് നമ്മളുടെ ഹിരോഷിക്ക് കിട്ടുകയും ചെയ്യും. പിന്നീട് കാണിക്കുന്ന നമ്മുടെ ഹനയാണെങ്കിൽ നേരെ ഈ അങ്കിളിനെ കാണാൻ വേണ്ടിയിട്ട് അയാളുടെ ബേക്കറിയിലായിട്ട് വരുന്നതാ. അവിടെയായിട്ട് അങ്കിള് ഇവക്ക് വേണ്ടിയിട്ട് നല്ലൊരു ബർത്ത്ഡേ കേക്ക് ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ അങ്കിളുടെ പൊടി പോലും ഇല്ല. അന്ന് നോക്കുമ്പോൾ അങ്കിൾ അവിടെ താഴെ കിടക്കുക. അങ്കിളിന് അറ്റാക്ക് വന്നതായിരുന്നു. അങ്കിളിപ്പോൾ ഈ ലോകത്ത് തന്നെ ഇല്ല, അയാൾ മരിച്ചുപോയി. ഇതറിയുന്നതും നമ്മളുടെ ഹനയ്ക്ക് ഭയങ്കര സങ്കടമാവും. കാര്യം അവൾക്ക് ഈ ഒരു ലോകത്തുണ്ടായിരുന്ന ഒരേ ഒരു ഫ്രണ്ടെന്ന് വെച്ചാൽ അത് ഈ അങ്കിളായിരുന്നു. അവൾ ഭയങ്കരമായിട്ട് ഡൗൺ ആയി പോവും. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ഫ്യൂജീനെയാണ്. അവൻ്റെ കമ്പനിയിലാണെങ്കിൽ ഇപ്പോൾ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. ഇവൻ്റെ അച്ഛനായിരുന്നാലും ഇവനെ ഒത്തിരി വഴക്ക് പറയുക ചെയ്യും. ഒരു പ്രസൻറ്റേഷൻ പോലും മര്യാദയ്ക്ക് ചെയ്യാൻ പറ്റാത്ത നീയാണോ ഇനി ഈ കമ്പനി നോക്കി നടത്താൻ പോകുന്നത്. ഇവിടെയായിട്ട് ഫ്യൂജി പറയും, അച്ഛന് നന്നായിട്ട് അറിയാം എൻ്റെ ഐഡിയാസൊക്കെ സൂപ്പറാണ് എന്ന്. അപ്പോൾ ഇവൻ്റെ അച്ഛൻ പറയും, അങ്ങനെയാണെങ്കിൽ നീ എനിക്ക് പ്രൂവ് ചെയ്ത് തന്നേ പറ്റത്തുള്ളൂ. നമ്മൾ ആ ലേ സേവിയർ എന്ന് പറയുന്ന ബേക്കറീനെ നമ്മൾ ഏറ്റെടുത്ത് നടത്താൻ പോവുകയാണ്. ആ ബേക്കറി ഞാൻ നിന്നെ ഏൽപ്പിക്കാം, നീ എനിക്ക് പ്രൂവ് ചെയ്ത് കാണിക്കണം, നിനക്കത് നല്ലതുപോലെ റൺ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുമെന്ന്. ഇത് കേൾക്കുന്നേ ഫ്യൂജി അതിന് സമ്മതിക്കും. ഇവിടെയായിട്ട് നമ്മളുടെ ഹനേനെ കാണിക്കും. അവളുടെ ആകപ്പാടെ ഉണ്ടായിരുന്നൊരു സപ്പോർട്ടറും അതേപോലെ തന്നെ അവളുടെ ഇൻകം സോഴ്സും എല്ലാം അല്ലേ ഇപ്പം നിന്നിരിക്കുന്നത്. അവൾ ഇനി ആ ബേക്കറിയിൽ എങ്ങനെ കണ്ടിന്യൂ ചെയ്ത് വർക്ക് ചെയ്യും? അവൾക്ക് അത് കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ ഇനി ആൾക്കാരുടെ മുന്നിൽ വന്ന് സംസാരിച്ചല്ലേ പറ്റത്തുള്ളൂ. അങ്ങനെയുള്ള കാര്യത്തിലൊക്കെ നമ്മളുടെ ഹന ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിരുന്നു. അവളുടെ അമ്മ മരിക്കുന്നതിന് മുന്നേ വരെ അവളുടെ അമ്മയായിരുന്നു അവളുടെ ലോകം. എന്നാൽ അതിനുശേഷമാണ് ഈ അങ്കിളിനെ പരിചയപ്പെട്ടത്. സത്യത്തിൽ ഈ അങ്കിളിൻ്റെ കണ്ണിൽ നോക്കി സംസാരിക്കത്തൊന്നുമില്ല. അങ്കിളിനും അത് അറിയാവുന്നത് കൊണ്ട് തന്നെ അവളെ അക്കാര്യത്തിൽ ജഡ്ജ് ചെയ്തിട്ടുമില്ല. അങ്കിൾ അതിൽ ഓക്കെ ആയിരുന്നു. ഇനി അവളുടെ ലോകത്തെന്ന് പറയാൻ വേറെ ആരും തന്നെ ഇല്ല. അതുകൊണ്ട് തന്നെ നമ്മളുടെ ഹന ഇപ്പോൾ നല്ല ഡെസ്പായിരുന്നു. പിന്നീട് കാണിക്കുന്ന നമ്മുടെ ആ ലേസി വെയർ എന്ന് പറഞ്ഞ ആ ബേക്കറിയിലെ അവിടെയായിട്ട് നമ്മുടെ നായകനായിട്ടുള്ള ഫ്യൂജി വരുന്നതാണ്. അവനാണല്ലോ ഇനിയിപ്പോൾ ആ ബേക്കറിനെ നടത്തിക്കൊണ്ടു പോകാൻ പോകുന്നത്. അവൻ അവിടെയുള്ള എംപ്ലോയീസിനെ എല്ലാം കണ്ട് സംസാരിക്കും. അവിടെയായിട്ട് നമ്മുടെ ഫ്യൂജിക്ക് ഒരു കാര്യം അറിയും. അതായത് ഇവിടുത്തെ ഏറ്റവും ബെസ്റ്റ് സെല്ലിംഗ് ആയിട്ടുള്ള ഒരു ചോക്ലേറ്റ് ഉണ്ടാക്കുന്നത് അൺനോൺ ആയിട്ടുള്ള ഒരാളാണ് എന്ന്. ഇത് കേൾക്കുന്നേ നമ്മുടെ ഫ്യൂജി പറയും, അത് ഞാൻ ഒരിക്കലും സമ്മതിച്ചു കൊടുക്കത്തില്ല. ഈ ബേക്കറിയിൽ ആരൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടോ അവരെല്ലാം എനിക്ക് കണ്ട് ബോധ്യം വന്നതിന് ശേഷം മാത്രമേ വർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലാണ്ട് അൺനോൺ ആയിട്ടുള്ള ഒരാളിനെ ഇവിടെ വർക്ക് ചെയ്യാൻ ഞാൻ സമ്മതിക്കത്തില്ല എന്ന് പറയും. അങ്ങനെ നമ്മളുടെ ഫ്യൂജി ആണെങ്കിൽ ഹനയ്ക്ക് മെയിൽ അയക്കും. ഈ മെയിൽ കാണുന്നത് നമ്മളുടെ ഹനയുടെ കയ്യിൽ വേറെ ഓപ്ഷൻ ഒന്നുമില്ല. അവൾ അവസാനം ആ ബേക്കറിയിലായിട്ട് വരും. അവൾ ആരാണെന്ന് റിവീലാക്കാൻ വേണ്ടിയിട്ട്. അവൾക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. അവൾ ബട്ടർഫ്ലൈ ഹഗ്ഗൊക്കെ ചെയ്തിട്ടാണ് അകത്തോട്ട് കയറി വരുന്നത്. വന്ന ഉടനെ തന്നെ അവിടെയുള്ള ഒരു സ്റ്റാഫ് വന്നിട്ട് ചോദിക്കും, ഇവിടെ സ്റ്റാഫിനെ ആവശ്യമുണ്ടെന്ന് അറിഞ്ഞിട്ട് ഇൻ്റർവ്യൂ തരാൻ വന്നതാണോ എന്ന്. എന്നാൽ നമ്മളുടെ ഹനയാണെങ്കിൽ പക്ക ഇൻട്രോവേർട്ടല്ലേ. അവൾ അവിടെ അതെ എന്ന് പറയും. അങ്ങനെ അവൾ നേരെ വന്നിട്ട് നമ്മളുടെ ഫ്യൂജിനെ കണ്ട് സംസാരിക്കും. അവനവിടെ ചോദിക്കുന്ന മൊത്തം ഇവളുടെ എക്സ്പീരിയൻസ് എന്താണ്, ഇവൾ എന്താണ് ചെയ്യുന്നത് എന്നുള്ള കാര്യമാണ്. എന്നാൽ ഇവക്കാണെങ്കിൽ എല്ലാം ഒന്ന് റിവീലാക്കാൻ പറ്റത്തില്ലല്ലോ. അവസാനം നമ്മളുടെ ഹനയും ഫ്യൂജിയും കൂടി സംസാരിച്ചിരിക്കാൻ നേരത്ത് ഇവിടെയായിട്ട് നമ്മളുടെ ഫ്യൂജിക്ക് മനസ്സിലാവും ഇവക്കാണെങ്കിൽ കുക്കിങ്ങിനെ പറ്റി എന്തൊക്കെയോ അറിയാം, ഇവൾ കുറച്ച് എക്സ്പീരിയൻസ്ഡ് ആണ് എന്ന്. അതുകൊണ്ട് തന്നെ ഫ്യൂജി ആണെങ്കിൽ അവളുടെ അടുത്ത് പറയും, നാളെ തൊട്ട് നിനക്ക് ജോലിക്ക് വരാം, ഞാൻ നിന്നെ ഹയർ ചെയ്യുക എന്ന്. ഇവിടെ നമ്മളുടെ ഹനയാണെങ്കിൽ എങ്ങനെയെങ്കിലും ഫ്യൂജി എടുത്ത് പറയാൻ വേണ്ടി ട്രൈ ചെയ്യും, ഞാനൊരു സോഷ്യോഫോബിക് ആയിട്ടുള്ള ഒരാളാണ്, എനിക്ക് ആൾക്കാരുമായിട്ട് ഐ കോണ്ടാക്ട് വെക്കാൻ പറ്റത്തില്ല എന്ന്. ഇവളത് പറയാൻ വേണ്ടിയിട്ട് ഫ്യൂജിയുടെ അടുത്തോട്ട് ക്ലോസ് ആയിട്ട് വരും. എന്നാൽ ഫ്യൂജിക്കാണെങ്കിൽ ആൾക്കാർ ടച്ച് ചെയ്യുന്നതെന്ന് ഇഷ്ടമല്ലല്ലോ. അതുകൊണ്ട് തന്നെ അവൻ അവിടുന്ന് മാറി മാറിപ്പോവും. രണ്ടുപേർക്കും രണ്ട് എക്സ്ട്രീമിലുള്ള പ്രശ്നങ്ങളാണ് ഉള്ളത്. ഇവിടെ അവസാനം നമ്മളുടെ ഹനയാണെങ്കിൽ ഇവൻ പറഞ്ഞതും കേട്ടിട്ട് പുറത്തോട്ട് ഇറങ്ങും. എന്നാൽ അവിടെയുള്ള എംപ്ലോയീസ് എല്ലാം ഇവളെ തന്നെ നോക്കി നിൽക്കുമായിരുന്നു. ഇത് കാണുന്നേ നമ്മളുടെ ഹന ഭയങ്കരമായിട്ട് പാനിക്കാവും. അവൾക്ക് എന്ത് ചെയ്യണമെന്നറിയത്തില്ല. അവൾ പേടിച്ച് വേഗം തന്നെ ആ ഒരു ഓഫീസിലോട്ട് കയറും. ഇവിടെയായിട്ട് നമ്മളുടെ ഫ്യൂജി ആണെങ്കിൽ കോഫി കുടിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ഇവളിങ്ങനെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വന്നത് കണ്ടിട്ട് അവൻ പേടിച്ചിട്ട് അവൻ്റെ കോഫി തെറിച്ചു പോവും. അവൻ അവിടെ തെന്നിയടിച്ച് വീഴാനും പോവും. ഇത് കാണുന്നേയും നമ്മളുടെ ഹനയാണെങ്കിൽ വേഗം തന്നെ അവൻ്റെ കയ്യിലായിട്ട് കയറി പിടിക്കും. ഇവിടെ രണ്ട് കാര്യം സംഭവിക്കും. ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്യൂജിക്ക്
അലർജി അല്ലേ ഹ്യൂമൻ ടച്ച് എന്ന് വെച്ചാൽ. ഇവിടെ നമ്മളുടെ ഹന അവൻ്റെ കയ്യിൽ കയറി പിടിച്ചിട്ടുണ്ടായിരുന്നു. ഹനയ്ക്കാണെങ്കിൽ ഒരാളുടെ കണ്ണിൽ നോക്കാൻ പറ്റത്തില്ല. ഹന ഡയറക്റ്റ് നമ്മളുടെ ഫ്യൂജിയുടെ കണ്ണിലായിട്ടാണ് നോക്കുന്നത്. അതായത് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും അവരുടെ എന്താണോ പ്രശ്നമുള്ളത് അത് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. നമ്മളുടെ ഹനയും ഫ്യൂജിയും കൂടി പെട്ടെന്ന് തന്നെ താഴെയായിട്ട് വന്ന് വീഴും. ഹനയും ഇപ്പോൾ നമ്മളുടെ ഫ്യൂജിയുടെ കയ്യിലായിട്ടാണ് തല വെച്ച് കിടക്കുന്നത്. അതേപോലെ അവർ രണ്ടുപേരും കൈ പിടിച്ചിട്ടുമുണ്ട്. ഹനയാണെങ്കിൽ ഫ്യൂജിയുടെ കണ്ണിലായിട്ട് നോക്കിയിട്ടുണ്ട്. ഇത് ഭയങ്കര ഡ്രാമാറ്റിക് ആയിട്ടുള്ളൊരു സീനാണ് കേട്ടോ. രണ്ടുപേരും ഭയങ്കരമായിട്ട് ഷോക്കാകും. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും യാതൊരു പ്രശ്നവും ഫീൽ ചെയ്യുന്നില്ല. ഫ്യൂജിക്ക് അവളെ തൊടാനും പറ്റുന്നുണ്ട്, അതേപോലെ ഹനയ്ക്ക് അവൻ്റെ കണ്ണിൽ നോക്കാനും പറ്റുന്നുണ്ട്. ഇവിടെയായിട്ട് നമ്മളുടെ ഫ്യൂജി ഭയങ്കര ഷോക്കിങ്ങിലായിരുന്നു. അവ വേഗം തന്നെ നമ്മളുടെ ഹനയുടെ മുഖത്തായിട്ട് തൊടാൻ വേണ്ടി കൈയും കൊണ്ടുവരും. അപ്പം നമുക്കൊരു ഫ്ലാഷ് ബാക്ക് കാണിക്കും. ഹനയുടെ അമ്മ അവളുടെ അടുത്ത് കുഞ്ഞിലേ പറഞ്ഞതാണ്, നിനക്ക് ഈ ലോകത്ത് ഏതെങ്കിലും ഒരാളുടെ കണ്ണിലായിട്ട് നോക്കാൻ പറ്റും. ഒന്നീ അത് നിന്റെ സോൾമേറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ അവൻ നിന്റെ ലൈഫിലെ ഏറ്റവും വലിയ വില്ലനായിരിക്കുമെന്ന്. ഇവിടെയായിട്ട് പെട്ടെന്ന് തന്നെ നമ്മളുടെ ഹന പ്രസന്റിലായിട്ട് നമ്മളുടെ ഫ്യൂജി അവളുടെ മുഖത്ത് തൊടാനായിട്ട് വരുമല്ലേ, അവൻ്റെ കയ്യിൽ കയറി പിടിച്ചിട്ട് പറയും, ഓഹോ അപ്പോൾ നീ വലിയൊരു വില്ലനായിരുന്നല്ലേ. ഇത്രയും പറഞ്ഞിട്ട് ഈ സീൻ ഇവിടെ കട്ടാവും. പിന്നീട് കാണിക്കുന്നതെന്ന് വെച്ചാൽ നമ്മളുടെ ഫ്യൂജി ആണെങ്കിൽ ആ സൈക്കാട്രിസ്റ്റ് ആയിട്ടുള്ള ഡോക്ടറില്ലേ അവരെ കാണാൻ വേണ്ടിയിട്ട് വരുന്നതാണ്. സത്യം പറഞ്ഞാൽ ഈ ഡോക്ടറിൻ്റെ അടുത്ത് തന്നെയാണ് നമ്മുടെ ഹനയും ഇപ്പോൾ കൺസൾട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവളാണെങ്കിൽ കെൻഡോയുടെ ആ ഒരു ഹെൽമെറ്റ് ഇട്ടിട്ടാണ് ഡോക്ടറിൻ്റെ അടുത്ത് സംസാരിക്കുന്നത്. കാര്യം അവൾക്ക് ഫോണിൽ കൂടി പോലും ഒരാളുടെ കണ്ണിൽ നോക്കാൻ പറ്റത്തില്ല. ഇവിടെയായിട്ട് നമ്മളുടെ ഡോക്ടറിൻ്റെ അടുത്ത് അവളുടെ പ്രശ്നങ്ങളെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കും. അതേസമയം തന്നെ നമ്മുടെ ഫ്യൂജി ഇവിടെ വന്നിട്ട് പറയും, എനിക്കും ഇന്ന് അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായത്. സത്യം പറഞ്ഞാൽ അവൻ്റെ കൈ ഇപ്പം നല്ലതുപോലെ പൊള്ളിയിട്ടിരിക്കുവാണ്. എന്താന്ന് വെച്ചാൽ കോഫി അവൻ്റെ ദേഹത്തായിട്ട് വീണില്ലേ. അവൻ പറയും, ഞാൻ കുറേ കാലങ്ങൾക്ക് ശേഷമാണ് ഒരു പെങ്കൊച്ചിനെ ഇങ്ങനെ തൊടുന്നത് എന്ന്. ഇത് കേൾക്കുന്നേയും അവിടെ ഇരിക്കുന്ന ഡോക്ടർ പറയും, അങ്ങനെയാണെങ്കിൽ നിനക്ക് അവളുമായിട്ട് റിലേഷൻഷിപ്പിലായിക്കൂടെ, അതിൻ്റെ അർത്ഥം അത് തന്നെ ആയിരിക്കും. അപ്പോൾ നമ്മളുടെ ഫ്യൂജി പറയും, എനിക്ക് തോന്നുന്നില്ല അവൾ എൻ്റെ ടൈപ്പാണ് എന്ന്, ഞങ്ങൾ തമ്മിൽ ഒരിക്കലും സെറ്റ് ആവത്തുമില്ല എന്നും പറഞ്ഞിട്ട് അവൻ ഇങ്ങനെ കൈ നോക്കിക്കൊണ്ടിരിക്കും. പിന്നീട് കാണിക്കുന്ന നമ്മളുടെ ഹനേനെയാണ്. അവളാണെങ്കിൽ ആ ബേക്കറിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ടായിരുന്നു. ഒരുപാട് ആൾക്കാർ അവളുടെ അടുത്ത് അപ്രോച്ച് ചെയ്യാനും അവളെ തൊടാനും സംസാരിക്കാനും ഒക്കെ ട്രൈ ചെയ്യുന്നുണ്ട്. അവൾ ഒന്നീ പാത്രം തറയിലിട്ട് പൊട്ടിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നം കാണിച്ചു വയ്ക്കും. എപ്പോഴും കുഴപ്പങ്ങളാണ്. എന്നാലും നമ്മളുടെ ഹനേനെ നല്ലതുപോലെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളുടെ ഫ്യൂജി ഉണ്ടായിരുന്നു. അവനാണെങ്കിൽ അവൾക്കെതിരെ ആക്ഷൻ എടുക്കാനോ അതിനൊന്നും റെഡി ആയിരുന്നില്ല. അവനതെല്ലാം കണ്ടിട്ട് വലിയ മൈൻഡ് ആക്കാണ്ട് അങ്ങ് വിട്ടേക്കും. അവൾ എന്ത് വേണമെങ്കിലും ചെയ്യട്ടെ എന്ന് ആലോചിച്ചിട്ട്. ഇവിടെയായിട്ട് നമ്മളുടെ ഹനയ്ക്കായിരുന്നാലും ബേക്കറി ഐറ്റംസിനെ പറ്റിയൊക്കെ കുറച്ച് നോളജൊക്കെ ഉണ്ടായിരുന്നല്ലോ. അതൊക്കെ തന്നെയാണ് ഇവൻ കണ്ടിരിക്കുന്ന പോസിറ്റീവ് കാര്യങ്ങൾ. അങ്ങനെ ഇരിക്കാൻ നേരത്ത് ഇവിടെയായിട്ടൊരു വലിയ പ്രശ്നം വരും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ഈ ബേക്കറിയിൽ ഉണ്ടാക്കുന്ന ഒരു ഫുഡിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഓർഗാനിക് പ്രോഡക്റ്റ് ഒക്കെ കൊടുക്കുന്ന ഒരു സപ്ലയർ, അയാളാണെങ്കിൽ ഇപ്പോൾ സപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല എന്ന് പറഞ്ഞിരിക്കുക. റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലേസ് ഏവിയറിനകത്ത് കുറേ വർഷങ്ങളായിട്ട് വർക്ക് ചെയ്യുന്ന കുറേ എംപ്ലോയീസ് ഉണ്ടായിരുന്നു. അതിനകത്ത് 2-3 പേരെ നമ്മളുടെ ഫ്യൂജി വന്നിട്ട് പിരിച്ചുവിടുകയും ചെയ്തു. ഇത് കേൾക്കുന്നത് നമ്മളുടെ ആ സപ്ലയർ വിചാരിക്കും, ഇത്രയും കാലം ഉണ്ടായിരുന്ന റൂൾസും ഇത്രയും കാലം ഉണ്ടായിരുന്ന ഈ ഒരു ബേക്കറി കൊണ്ടുവന്ന ആ ഒരു റെപ്യൂട്ടേഷനും എല്ലാം പുതിയ CEO വന്നപ്പോൾ ഉറപ്പായിട്ട് മാറിക്കാണും. അതുകൊണ്ടായിരിക്കുമല്ലോ പണ്ടത്തെ ആ ജോലിക്കാരെയൊക്കെ പറഞ്ഞു വിട്ടത്. ആ ജോലിക്കാരില്ലാത്തടത്തോളം കാലം ഞാൻ എന്തായിരുന്നാലും ഇനി ആ കമ്പനിക്ക് സാധനങ്ങൾ കൊടുക്കത്തില്ല എന്ന് അയാൾ അങ്ങ് തീരുമാനിക്കും. സത്യം പറഞ്ഞാൽ ആ പ്രോഡക്റ്റ് എന്ന് വെച്ചാൽ ഏറ്റവും അത്യാവശ്യമുള്ളതായിരുന്നു. എന്താണെന്ന് വെച്ചാൽ ആ ഒരു ഓർഗാനിക് പ്രോഡക്റ്റ് വെച്ചിട്ട് മാത്രമേ അവരുണ്ടാക്കുന്ന ആ ഒരു സ്വീറ്റിന് അതിൻ്റേതായിട്ടുള്ള ടേസ്റ്റ് കിട്ടത്തോളായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മളുടെ ഫ്യൂജി ഭയങ്കരമായിട്ട് ടെൻഷനിലാവും. അങ്ങനെ അവൻ അവസാനം ആ ഒരു സെല്ലറിനെ കാണാൻ പോകാൻ വേണ്ടിയിട്ട് തീരുമാനിക്കും. ഇവിടെയായിട്ട് നമ്മളുടെ ഫ്യൂജി കൊണ്ടുപോകുന്ന വേറെ ആരെയല്ല, നമ്മളുടെ ഹനേനെ തന്നെയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾക്കാണെങ്കിൽ ഈ ഇൻഗ്രീഡിയൻസിനെ പറ്റി കുറച്ച് നോളജ് ഉണ്ട്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ അവളൊരു കൊറിയക്കാരിയാണ്. ഈ സെല്ലറിൻ്റെ വൈഫും ഒരു കൊറിയക്കാരിയാണ്. അതുകൊണ്ട് തന്നെ ഹനേനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ അവൾക്ക് അവരുമായിട്ട് നല്ലതുപോലെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള വിശ്വാസത്തിൽ നമ്മളുടെ ഫ്യൂജി ഇവളെയും കൊണ്ട് പോകാനായിട്ട് ഒരുങ്ങും. ഇവരുടെ കൂടെ ഇപ്പോൾ യാത്ര ചെയ്യാൻ വേറൊരാൾ കൂടിയുണ്ട്. അത് വേറെ ആരുമല്ല, നമ്മളുടെ ഹിരോഷിയായിരുന്നു. ഇവനെ കാണുന്നത് നമ്മുടെ ഹനയ്ക്ക് ഭയങ്കര സന്തോഷമാവും. എന്താണെന്ന് വെച്ചാൽ അവളുടെ വലിയൊരു ക്രഷാണല്ലോ അവൻ. ഇവിടെയായിട്ട് നമ്മളുടെ ഹനയാണെങ്കിൽ നമ്മുടെ ഈ ഫ്യൂജിനെ വലിയ മൈൻഡൊന്നും ആക്കത്തില്ല. എന്താണെന്ന് വെച്ചാൽ അവൾ ഓൾറെഡി മൈൻഡിൽ എഴുതി വെച്ചിട്ടുണ്ട് ഇവൻ അവളുടെ ലൈഫിൽ ഏറ്റവും വലിയ വില്ലനായിരിക്കുമെന്ന്. ഇവനായിരുന്നാലും ഭയങ്കര ഹൈജീനിക് ആയിട്ടുള്ള ഒരാളല്ലേ. ആരെടുത്ത് വന്നാലും ഏത് സിറ്റുവേഷനിലും എപ്പോഴും ഹാൻഡ് സാനിറ്റൈസറും കൊണ്ടാണ് നടക്കുന്നത്. എപ്പോഴും അത് യൂസ് ചെയ്യുകയും ചെയ്യും. ഇതൊക്കെ കാണുന്നത് നമ്മളുടെ ഹനയ്ക്ക് നല്ല ദേഷ്യം വരും. ഇവിടെയായിട്ട് നമ്മളുടെ ഹിരോഷിയും ഹനയും കൂടി സംസാരിക്കും. ഹിരോഷിയാണെങ്കിൽ പറയും, ഞാനാണെങ്കിൽ ഒരു മ്യൂസീഷ്യനാണ്, ഇവിടെ അടുത്ത് തന്നെയുള്ളൊരു ബാറിലായിട്ടാണ് ഞാൻ വർക്ക് ചെയ്യുന്നത് എന്ന്. ഇത് കേൾക്കുന്നത് നമ്മളുടെ ഹനയുടെ വായിന്ന് അറിയാണ്ട് വീഴും. ഓക്കെ, ഉറപ്പായിട്ടും ഞാൻ ആ ബാറിലോട്ട് വരുന്നതായിരിക്കും, ആ ബാർ എനിക്കറിയാമെന്ന് പറഞ്ഞിട്ട് അവൾ സംസാരിക്കാനൊരുങ്ങും. ഇത് കേൾക്കുന്ന ഹിരോഷി ഒന്ന് ഞെട്ടിയിട്ടുണ്ടായിരുന്നു. അവൻ ചോദിക്കും, അതിന് ഞാൻ ബാറിന്റെ പേര് പറഞ്ഞില്ലല്ലോ. സത്യം പറഞ്ഞാൽ ഹിരോഷി അവളെ തൂക്കാനായിട്ട് വന്നതാ. കറക്റ്റ് സമയത്ത് തന്നെ നമ്മളുടെ ഫ്യൂജി അവിടോട്ട് വരും. അങ്ങനെ
രണ്ടുപേരും ഭയങ്കര ഡിസ്ട്രാക്ട് ആവും. പിന്നീട് കാണിക്കുന്നത് ഇവർ ആ ഗ്രാമത്തിന്റെ അടുത്തായിട്ട് എത്തുന്നതാണ്. എന്നാൽ എത്തുന്ന വഴിയിൽ വെച്ചിട്ട് ഇവരുടെ കാറ് ബ്രേക്ക് ഡൗൺ ആവും. അത് കാരണം നമ്മളുടെ ഹനയായിരുന്നാലും ഹിരോഷി ആയിരുന്നാലും എല്ലാം പുറത്തിറങ്ങിയിട്ട് കാറൊക്കെ ചെക്ക് ചെയ്ത് നോക്കും. എന്നാൽ നമ്മളുടെ ഫ്യൂജിക്കാണെങ്കിൽ ഇറങ്ങാനേ തോന്നുന്നുണ്ടായിരുന്നില്ല. അവിടെ ഫുള്ള് ചെളിയായിരുന്നു. ഇവ കാലെടുത്ത് വെക്കുന്നതും ചെളിയിലാണ്. അങ്ങനെ നമ്മളുടെ ഫ്യൂജിയുടെ അവസ്ഥ മൊത്തത്തിൽ കുഴപ്പത്തിലാവും. ഇവിടെ നമ്മളുടെ ഹനയാണ് ഇവന്റെ കാലിലായിട്ട് പ്ലാസ്റ്റിക് കവറൊക്കെ കെട്ടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. സത്യം പറഞ്ഞാൽ ഇവൻ വലിയ പ്രശ്നം ഉണ്ടാക്കുമായിരുന്നു അവിടെ. അങ്ങനെ ഇവർ രണ്ടുപേരും നടക്കാൻ വേണ്ടിയിട്ട് തുടങ്ങും. നടന്നു പോകുന്ന വഴിയിലായിട്ട് അവിടെ ഒരു തവള ഇരിപ്പുണ്ടായിരുന്നു. ഈ തവളയെ കാണുന്നേ നമ്മളുടെ ഫ്യൂരി അവിടെ ഭയങ്കര പ്രശ്നം ഉണ്ടാക്കും. നമ്മളുടെ ഹനയായിരുന്നാലും എങ്ങനെയെങ്കിലും അതൊന്ന് കടക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുന്നതാ. എന്നാൽ അവളാണെങ്കിൽ അവിടുത്തെ കുഴിയിലായിട്ട് വീണു പോകും. ഇത് കാണുന്നേ നമ്മളുടെ ഫ്യൂരി അവളെ കൈ പിടിച്ച് കയറ്റാൻ വേണ്ടി നോക്കും. എന്നാൽ കൈ കൊടുക്കുന്നത് ശരിയല്ലല്ലോ. അതുകൊണ്ട് അവനൊരു കമ്പ് വെച്ചിട്ട് ഇവളെ പിടിച്ച് കയറ്റാൻ വേണ്ടിയിട്ട് ഒരുങ്ങും. ആ കമ്പ് അത്ര സ്ട്രോങ് ഒന്നും അല്ലായിരുന്നു. ഇവിടെയായിട്ട് നമ്മുടെ ഹനയ്ക്ക് നല്ല ദേഷ്യം വരും. കറക്റ്റ് സമയത്ത് നമ്മുടെ ഹിരോഷി വന്നിട്ടാണ് ഹനേനെ ആ ഒരു കുഴിയിൽ നിന്ന് തന്നെ പിടിച്ച് കയറ്റുന്നത്. ഇതൊക്കെ കാണുന്ന ഹനയ്ക്ക് നല്ല ദേഷ്യം വരും. അവക്കാണെങ്കിൽ ഇപ്പോൾ ഫ്യൂരി എടുത്ത് ഭയങ്കര ദേഷ്യവാ. എന്നാൽ ഹിരോഷിനെ പറ്റി നല്ല അഭിപ്രായം. അവൻ എന്ത് നല്ലവനായിട്ടാ എന്നെ ഇത്രയും ഹെൽപ്പ് ചെയ്തത് എന്നൊക്കെ അവൾ ചിന്തിക്കും. പിന്നീട് കാണിക്കുന്നത് ഇവർ നേരെ ആ ഒരു സപ്ലയറിന്റെ അടുത്തായിട്ട് എത്തുന്നതാണ്. അവിടെയാണ് അയാളുടെ വൈഫ് മാത്രമേ ഉണ്ടായിരുന്നത്. വൈഫ് കൊറിയക്കാരി ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഹനയാണ് അവരത് സംസാരിക്കുന്നത്. അപ്പോൾ ആ വൈഫ് പറയും, അതായത് അവിടുത്തെ ആ സപ്ലയർ ആണെങ്കിൽ ഇപ്പോൾ ഒരു ഫാമിലായിട്ട് പോയിരിക്കുക, വരാൻ വേണ്ടി കുറച്ച് ലേറ്റ് ആവും, നിങ്ങൾക്കൊരു റൂം തരാം, നിങ്ങൾ അവിടെ പോയിരുന്ന് റെസ്റ്റ് എടുത്തോ എന്ന്. അങ്ങനെ നമ്മളുടെ ഫ്യൂജിയും ഹനയും അതേപോലെ തന്നെ ഹിരോഷിയും കൂടി ആ റൂമിലായിട്ട് കയറും. ഹിരോഷിക്കാണെങ്കിൽ എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് പോകണമെന്നായിരുന്നു. എന്നാൽ നമ്മളുടെ ഫ്യൂജി പറയും, നീ പോയാൽ ശരിയാവത്തില്ല, നീയും കൂടി ഇവിടെ നിന്നേ പറ്റൂ, ഇല്ലേ ഞങ്ങൾ രണ്ടുപേരും ഒറ്റയ്ക്ക് ആവത്തില്ലേ എന്ന്. അങ്ങനെ നമ്മളുടെ ഹിരോഷി അവിടെ നിൽക്കാൻ വേണ്ടിയിട്ട് സമ്മതിക്കും. സത്യം പറഞ്ഞാൽ ഹിരോഷി എന്ന് വെച്ചാൽ നമ്മളുടെ ഫ്യൂജിയുടെ പണ്ട് തൊട്ടേ ഉള്ളൊരു കൂട്ടുകാരനാണ് കേട്ടോ. അവർ രണ്ടുപേരും ഒരുമിച്ചാണ് പഠിച്ചത്. അതുകൊണ്ട് തന്നെ അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല ഫ്രീഡവും ഉണ്ട്. ഹിരോഷി താഴെ പോയിരിക്കുന്നതും കറക്റ്റ് സമയത്ത് തന്നെ അവിടെയായിട്ട് നമ്മളുടെ ഹന വന്ന് അവരുടെ അടുത്ത് സംസാരിക്കാൻ വേണ്ടി തുടങ്ങും. അവളവിടെ പറയാൻ ആഗ്രഹിക്കുന്നത് തന്നെ, എനിക്ക് നിന്നെ നേരത്തെ തൊട്ട് അറിയാം, എനിക്ക് നിൻ്റെ അടുത്ത് വലിയൊരു ക്രഷ് ഉണ്ട് എന്നൊക്കെയാണ്. ഇവളത് പറയാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നത് കറക്റ്റ് സമയത്ത് നമ്മളുടെ ഹിരോഷിക്ക് ഒരു കോൾ വരും. ഓപ്പോസിറ്റ് സൈഡിൽ ഒരു പെണ്ണായിരുന്നു. അവൾ നല്ലതുപോലെ ഡ്രങ്കനായിട്ടാണ് ഇവൻ്റെ ഫോണിലോട്ട് ഇവളെ വിളിച്ചിരിക്കുന്നത്. അവളുടെ ഫോണിലായിട്ട് ഇവൻ്റെ നമ്പരും ഒക്കെ സേവ്ഡ് ആണ്. നമുക്കൊന്നും മനസ്സിലാവത്തില്ല. ഇതൊക്കെ നമ്മളുടെ ഫ്യൂജി ആയിരുന്നാലും ബാക്കിൽ നിന്ന് നോക്കി കാണുന്നുണ്ടായിരുന്നു. അവനിങ്ങനെ വിചാരിക്കും, എന്നാലും ഇവക്കിനി ഇവൻ്റെ അടുത്ത് വല്ല ഇൻട്രസ്റ്റ് ഉണ്ടോ എന്ന്, അതായത് ഹിരോഷിയുടെ അടുത്തെ. പിന്നീട് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഹിരോഷി വേഗം തന്നെ അവിടുന്ന് എമർജൻസി ഉണ്ടെന്നും പറഞ്ഞിട്ട് പോകുന്നതാ. അവൻ അവിടെ എല്ലാവരുടെ സോറിയൊക്കെ പറയും. പിന്നീട് കാണിക്കുന്ന നമ്മളുടെ ഫ്യൂജിയും ഹനയും കൂടി ആ റൂമിലായിട്ടിരിക്കുന്നതാ. നമ്മുടെ ഹന നല്ല ടയേർഡായിരുന്നു. അവൾ അവിടെ ഇരുന്നങ്ങ് ഉറങ്ങിപ്പോവും. ഇത് കാണുന്നേ നമ്മളുടെ ഫ്യൂജി വിചാരിക്കും, അന്നൊരിക്കൽ ഞാൻ ഇവളെ തൊട്ടില്ലേ, അന്നെനിക്ക് വേറെ അലർജിയൊന്നും ഉണ്ടായില്ലല്ലോ, ഒരു തവണയും കൂടെ ഒന്ന് തൊട്ട് നോക്കായിരുന്നു, അപ്പോൾ കറക്റ്റായിട്ട് അറിയാമല്ലോ എനിക്ക് ഇവളെ തൊട്ട് അലർജി ഉണ്ടാവോ ഇല്ലയോ എന്ന്. അങ്ങനെ അവനാണെങ്കിൽ ഉറങ്ങിയിരിക്കുന്ന നമ്മളുടെ ഹനയുടെ അടുത്ത് വന്നിട്ട് കൈ വെച്ചിട്ട് അവളുടെ കയ്യിലായിട്ട് തൊടാൻ വേണ്ടി ട്രൈ ചെയ്യും. എന്നാൽ പെട്ടെന്ന് തന്നെ നമ്മളുടെ ഹന കണ്ണു തുറക്കും. ഇത് കാണുന്നേ ഫ്യൂജി ഭയങ്കരമായിട്ട് ഷോക്കായിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മളുടെ ഹനയാണെങ്കിൽ പകുതി മയക്കത്തിലായതുകൊണ്ട് തന്നെ അവൾ ആ സെക്കൻഡിൽ തന്നെ വീണ്ടും ഇരുന്നങ്ങ് ഉറങ്ങും. അതുകൊണ്ട് തന്നെ നമ്മളുടെ ഫ്യൂജി രക്ഷപ്പെടും. ഇല്ലായിരുന്നെങ്കിൽ അവൻ്റെ അവസ്ഥ മൊത്തത്തിൽ കുഴപ്പത്തിലായാനെ. അങ്ങനെ ഇരിക്കാൻ നേരത്ത് അവിടുത്തെ ആ സപ്ലയർ അവിടോട്ട് വരും. അയാളെ കണ്ടു കഴിഞ്ഞ് ഒരു റെസ്ലിംഗ് കാരൻ്റെ അത്രയുണ്ട്. ഇയാളെ കാണുന്നേ നമ്മളുടെ ഹന പേടിച്ചിട്ട് വേഗം തന്നെ ഫ്യൂജിയുടെ പുറകിലായിട്ട് ഒളിച്ചിരിക്കും. ഈ സപ്ലയർ ആയിരുന്നാലും ഇവരെ കാണുമ്പോൾ ചോദിക്കും, നിങ്ങളാണോ ലേസേവിയറിന്റെ പുതിയ CEO എന്ന്. ഇത് കേൾക്കുന്നേ നമ്മളുടെ ഫ്യൂജി പറയും, അതെ ഞങ്ങൾ തന്നെയാണ്. അങ്ങനെ ഇയാളാണെങ്കിൽ നമ്മളുടെ ഫ്യൂജിനെ ഹനേനെയും ഡിന്നർ കഴിക്കാൻ വേണ്ടിയിട്ട് ക്ഷണിക്കും. സത്യം പറഞ്ഞാൽ ഇയാളുടെ ടോണിനായിരുന്നു പ്രശ്നം. ഈ ടോൺ കേട്ട് കഴിഞ്ഞാൽ അവരെ വഴക്ക് പറയുന്നത് പോലെ സംസാരിക്കുന്നത്. ഇത് കാരണമാണ് നമ്മളുടെ ഹന നല്ലതുപോലെ പേടിച്ച് നിൽക്കുന്നത്. അങ്ങനെ ഇവർ ഡിന്നർ കഴിക്കാൻ വേണ്ടിയിട്ട് വന്നിരിക്കും. അവിടെയായിട്ട് നമ്മളുടെ ഫ്യൂജി പറയും, അതായത് അവനാണെങ്കിൽ പിരിച്ചുവിട്ട് ആ സ്റ്റാഫുകളില്ലേ, അതിനകത്തുള്ള മെയിൻ സ്റ്റാഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മെഡിക്കലി കുറച്ച് ഇഷ്യൂസ് ഉള്ളവരായിരുന്നു. അവരുടെ കണ്ണിന് കാഴ്ചക്കുറവുണ്ടായിരുന്നു. സത്യത്തിൽ അവരെ പിരിച്ചുവിട്ടതൊന്നുമല്ല, അവർ സ്വന്തമായിട്ട് റിസൈൻ ചെയ്ത് പോയതാണ്. അവരുടെ മെഡിക്കൽ ഇഷ്യൂസിലുള്ള ബില്ലുകളെല്ലാം നമ്മളുടെ ഫ്യൂജി തന്നെയാണ് ഫുൾ അടച്ചു തീർത്തത്. ഇതൊക്കെ കേൾക്കുന്നേ നമ്മളുടെ ഹനയ്ക്കാണെങ്കിൽ ഭയങ്കര സന്തോഷം ഫീൽ ചെയ്യും. അവൾ ഇത്രയും നാളും ഫ്യൂജിനെ പറ്റി എന്താണോ വിചാരിച്ചത് അതിന് നേരെ ഓപ്പോസിറ്റ് അല്ലേ അവൻ. ഇതേപോലെ തന്നെ ആ നിൽക്കുന്ന സപ്ലയർക്കും എല്ലാ സത്യാവസ്ഥയും മനസ്സിലാവും. അയാൾ പറയും, ഓക്കെ അങ്ങനെയായിരുന്നല്ലേ, അങ്ങനെയാണെങ്കിൽ ഇനി മുതൽ ഞാൻ എൻ്റെ സാധനങ്ങൾ നിങ്ങളുടെ കമ്പനിക്ക് തരാമെന്നും
പറഞ്ഞിട്ട് അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഡീലിംഗ് ഒക്കെ വെക്കും. ഇത് കാണുന്നേ നമ്മളുടെ ഹനയ്ക്ക് നല്ല സന്തോഷമാവും. പെട്ടെന്ന് തന്നെ അയാളൊരു ഫുഡ് സെർവ് ചെയ്യുന്നതും അതിലൊരു ഡ്രോപ്പ് നമ്മളുടെ ഫ്യൂജിയുടെ ഷർട്ടിന്റെ കയ്യിലായിട്ട് വന്നു വീഴും. ഇത് കാണുന്നേ അവന് സഹിക്കാൻ പറ്റത്തില്ല. പെട്ടെന്ന് തന്നെ അവൻ വാഷ്റൂം പോകണമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങി എങ്ങ് ഓടും. എന്നിട്ട് നമ്മുടെ ഹനയ്ക്ക് മെസ്സേജ് അയച്ചിട്ട് പറയും, വേഗം തന്നെ നീ ഇങ്ങോട്ട് വാ, എനിക്കൊരു ഷർട്ടും വേണോ എന്ന്. നമ്മുടെ ഹനയ്ക്ക് എന്തുവാന്നൊന്നും മനസ്സിലാവത്തില്ല. അവൾ വേഗം തന്നെ പെട്ടിന്ന് ഒരു ഷർട്ട് എടുത്തുകൊണ്ടൊന്ന് കൊടുക്കും. അപ്പോൾ അവൻ നോക്കിയിട്ട് പറയും, ഈ ഷർട്ടല്ല, ഇതിനകത്ത് ഓൾറെഡി ഒരു ഡ്രോപ്പ് വീണതാ, വേറെ ഷർട്ട് വേണോ എന്ന്. നമ്മുടെ ഹനയ്ക്കാണെങ്കിൽ എന്തുവാ സംഭവം എന്ന് പോലും മനസ്സിലാവത്തില്ല. എന്നാൽ നമ്മളുടെ ഫ്യൂജി കൂടെ ഇവളുടെ മുമ്പിലായിട്ട് നേക്കഡായിട്ട് വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു. അവൾ വിചാരിക്കും, ഇവൻ എന്തോത്തിന്റെ സൂക്കേടാ, എന്തിനേവ ഇങ്ങനെയൊക്കെ കാണിക്കുന്നേ എന്ന്. അവസാനം നമ്മളുടെ ഹനയ്ക്കാണെങ്കിൽ ഒരു മാർഗ്ഗവും ഇല്ലാണ്ട് അവൾ അവിടുത്തെ ഒരു പണ്ടത്തെ ഡ്രസ്സാണ് എടുത്ത് കൊടുക്കുന്നത്. അങ്ങനെ നമ്മളുടെ ഫ്യൂജി ആണെങ്കിൽ ആ ഏൻഷ്യൻ്റെ ഡ്രസ്സ് ഇട്ടുകൊണ്ട് പുറത്തോട്ട് വരും. സത്യം പറഞ്ഞാൽ ഇതൊക്കെ വേറൊരാൾ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര മോശമല്ലേ. അയാളുടെ വീട്ടിൽ ഡിന്നർ കഴിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നിട്ട് ഒരു ഡ്രോപ്പ് വീണതിൻ്റെ പേരിൽ ഇങ്ങനെ വലിയ സീനാക്കി കഴിഞ്ഞാൽ അത് ആർക്കാണ് ഇഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ അവിടെയായിട്ട് ഇവർ രണ്ടുപേരും എങ്ങനെയെങ്കിലൊക്കെ ആ ഒരു സിറ്റുവേഷനെ മാനേജ് ചെയ്തെടുക്കും. പിന്നീട് കാണിക്കുന്ന നമ്മളുടെ ഈ സപ്ലയർ ആണെങ്കിൽ ഇവർക്ക് രണ്ടുപേർക്കും കുളിക്കാൻ വേണ്ടിയിട്ട് ഒരു ഹോട്ട് സ്പ്രിങ് തന്നെ റെഡിയാക്കി കൊടുക്കുന്നതാ. അവിടെയായിട്ട് രണ്ടുപേരും നല്ലതുപോലെ കുളിക്കുന്നുണ്ടായിരുന്നു. നമ്മുടെ ഹനയായിരുന്നാലും പാട്ട് പാടും. ഇത് കേൾക്കുന്ന ഫ്യൂജിക്ക് മനസ്സിലാവും അവൻ്റെ ഓപ്പോസിറ്റ് ഉള്ളത് വേറെ ആരുമല്ല, ഹന തന്നെയാ എന്ന്. ഇവിടെയായിട്ട് ഹന പറയും, സത്യം പറഞ്ഞാൽ എല്ലാവർക്കും അവരവരുടേതായിട്ടുള്ള സീക്രട്ടുകളുണ്ടല്ലേ. നേരത്തെ ആ ഒരു എംപ്ലോയിയുടെ കാര്യം പറഞ്ഞതുപോലെ തന്നെ ഓരോരുത്തർക്കും അതേപോലെ തന്നെ സീക്രട്സ് കാണും. ഇത് കേൾക്കുന്ന ഫ്യൂജി സ്വന്തമായിട്ട് വിചാരിക്കും, ശരിയാണ്, എനിക്കും ഒരു സീക്രട്ട് ഉണ്ട്, എനിക്ക് ആൾക്കാരെ തൊടാൻ പറ്റത്തില്ല. അതേപോലെ തന്നെ നമ്മുടെ ഹനയ്ക്ക് ഒരു സീക്രട്ട് ഇല്ലേ, ആൾക്കാരുടെ കണ്ണിൽ നോക്കാൻ പറ്റത്തില്ല. ഇവരിങ്ങനെ ഓരോന്നൊക്കെ സംസാരിക്കുന്ന കേൾക്കുന്നേ നമ്മളുടെ ഫ്യൂജിക്കാണെങ്കിൽ ഹനയിൽ നല്ലൊരു ഇംപ്രഷൻ തന്നെ ഉണ്ടാവുന്നേ. അവൻ ആ സെക്കൻഡിൽ തന്നെ അനോണിമസ് ആയിട്ടുള്ള ആ കുക്കില്ലേ, അതായത് നമ്മളുടെ ഹന, അവൾക്ക് മെസ്സേജ് അയച്ചിട്ട് പറയും, അതായത് നമുക്ക് നമ്മളുടെ കോൺട്രാക്ട് റിന്യൂ ചെയ്യാം, എനിക്ക് പ്രശ്നമില്ല എന്ന്. ഈ മെയിൽ കിട്ടുന്നത് നമ്മളുടെ ഹന ഭയങ്കര ഷോക്കായിട്ടുണ്ടായിരുന്നു. അവൾ അവിടെ കിടന്ന് തുള്ളിച്ചാടും. സത്യം പറഞ്ഞാൽ അവൾ ഇത്രയും നാൾ നമ്മളുടെ ഫ്യൂജിനെ പറ്റി എന്താണോ വിചാരിച്ചത്, അവൻ ഒരിക്കലും അതേപോലത്തെ ഒരാളെ അല്ല എന്ന് അവൾക്കിപ്പോൾ കൺഫേം ആയിട്ടുണ്ട്. പിന്നീട് കാണിക്കുന്ന അവരവിടെ നിന്ന് ഇറങ്ങുന്നതാ. ഇവിടെ നമ്മളുടെ ഫ്യൂജിക്കാണെങ്കിൽ ഹാൻഡ് ഷേക്ക് കൊടുക്കാൻ ഒട്ടും താല്പര്യമില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അവൻ കയ്യിലായിട്ട് ഒരു ബാൻഡേജ് കെട്ടി വെച്ചിട്ടുണ്ട്. പകരമായിട്ട് ഇവിടെ ഷേക്ക് ഹാൻഡ് കൊടുക്കുന്നത് നമ്മളുടെ ഹനയാ. എന്നാൽ ഹനയ്ക്ക് ഐ കോണ്ടാക്ട് പറ്റാത്തതുകൊണ്ട് അത് കൊടുക്കുന്നത് നമ്മളുടെ ഫ്യൂജിയുമാണ്. രണ്ടുപേരും അവരവരുടെ കുറവുകളെ നികത്തിക്കൊണ്ടിരിക്കുവാണ്. പിന്നീട് കാണിക്കുന്നതെന്ന് വെച്ചാൽ ഇവർ കാറിൽ യാത്ര ചെയ്യുന്നതാ. ഇവിടെയായിട്ട് നമ്മളുടെ ഫ്യൂജി ആയിരുന്നാലും ഹന എടുത്ത് ചോദിക്കും, എനിക്കൊരു കാര്യം മനസ്സിലായി, നിനക്ക് ആൾക്കാരുടെ കണ്ണിൽ നോക്കാൻ പറ്റത്തില്ല. നീ ഏതെങ്കിലും ഒരാളുടെ കണ്ണിൽ നോക്കുന്നുണ്ടെങ്കിൽ അത് എൻ്റെ കണ്ണിൽ മാത്രമാണ്. ഞാൻ പറഞ്ഞത് സത്യമല്ലേ? ഇത് കേൾക്കുന്നേ നമ്മളുടെ ഹനയ്ക്ക് എന്ത് റിപ്ലൈ കൊടുക്കണമെന്ന് തന്നെ അറിയത്തില്ല. അവൾ മിണ്ടാണ്ട് നോക്കിക്കൊണ്ടിരിക്കും. ഇവിടെയായിട്ട് നമ്മളുടെ ഹനയ്ക്കാണെങ്കിൽ വീട്ടിലെത്തിക്കോളാൻ വയ്യായിരുന്നു. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഫ്യൂജി ആണെങ്കിൽ അവൾക്ക് ഓർഡർ കൊടുത്തിരിക്കുക, നാളെ എല്ലാ തവണയും ഡെലിവറി ചെയ്യുന്നതിനെക്കാട്ടി ഇരട്ടി ചോക്ലേറ്റ്സ് ഡെലിവറി ചെയ്യണോ എന്ന്. അവൾ ഇനി രാത്രി ഫുള്ള് ഉറക്കൊഴിഞ്ഞിരുന്നിട്ട് വേണം അവൾക്ക് ആ ചോക്ലേറ്റ്സ് ഒക്കെ ഉണ്ടാക്കി ഈ ബേക്കറിയിലായിട്ട് എത്തിക്കാൻ വേണ്ടിയിട്ട്. അവൾ അതിൻ്റെ ടെൻഷനിലായിരുന്നു. അങ്ങനെ നമ്മളുടെ ഫ്യൂജി ആണെങ്കിൽ ഹനേനെ അവളുടെ വീടിൻ്റെ അടുത്തായിട്ട് കൊണ്ടുവന്ന് ഡ്രോപ്പ് ചെയ്യും. അവൻ അവിടുന്ന് തിരിച്ചു പോകുന്നതിന് മുന്നേ ആയിട്ട് ഹനേനെ ഒന്നും കൂടി കാണാൻ വേണ്ടിയിട്ട് വരും. വന്നിട്ട് അവൻ അവളുടെ അടുത്ത് പറയും, എന്തായിരുന്നാലും നീ എന്നെ ഇത്രയും ഹെൽപ്പ് ചെയ്തതല്ലേ, എനിക്ക് ഒരു ഷേക്ക് ഹാൻഡ് തരുമോ? ഇത് കേൾക്കുന്നേ നമ്മളുടെ ഹനെ അവന് ഷേക്ക് ഹാൻഡ് കൊടുക്കും. ആ ഷേക്ക് ഹാൻഡ് കിട്ടുന്നത് നമ്മളുടെ ഫ്യൂജിക്കാണെങ്കിൽ അവളുടെ കയ്യിൽ നിന്ന് കൈയെടുക്കാനേ തോന്നുന്നുണ്ടായിരുന്നില്ല. അവന് മനസ്സിലാവും ഇവൾ അവനെ സംബന്ധിച്ച് ഭയങ്കര സ്പെഷ്യലാണ് എന്ന്. നമ്മളുടെ ഫ്യൂജി ആണെങ്കിൽ ഭയങ്കര ഇമോഷണൽ ആയിട്ടുണ്ടായിരുന്നു. അവന് ഒരുപാട് ഫീലിങ്സും ഒക്കെ വരുന്നുണ്ട്. അവനിങ്ങനെ വിചാരിക്കും, എത്ര കാലത്തിന് ശേഷമാണ് ഞാൻ ഒരാളുടെ കയ്യിൽ ഇതേപോലെ പിടിക്കുന്നേ എന്ന്. നമ്മളുടെ ഹനയായിരുന്നാലും ഭയങ്കരമായിട്ട് സർപ്രൈസ്ഡ് ആയിട്ടുണ്ടായിരുന്നു. അവൾ നോക്കുമ്പോൾ അവൻ്റെ കണ്ണിലായിട്ട് കണ്ണുനീര് വരുന്നു. ഇത് കാണുന്നേ നമ്മളുടെ ഹനയും ഭയങ്കരമായിട്ട് ഞെട്ടിപ്പോവും. കാര്യം അവളായിരുന്നാലും ആരുടെയും കണ്ണിൽ ഇതുപോലെ കണ്ണുനീര് കണ്ടിട്ടില്ല. അവളും ഭയങ്കര സർപ്രൈസ്ഡ് ആയിട്ട് നോക്കി നിൽക്കും. അവൾ ചോദിക്കും, നീ എന്തിനാ കരയുന്നേ? അപ്പം നമ്മളുടെ ഫ്യൂജി ആയിരുന്നാലും പറയും, നീ എന്ത് സ്ട്രോങ്ങാ, നീ എൻ്റെ കയ്യിൽ പിടിച്ച് ഞെരിക്കിയത് കൊണ്ടാണ് ഞാനിവിടെ കരയുന്നേ എന്ന്. അങ്ങനെ രണ്ടുപേരും ഈ ഒരു മൊമെന്റ് നല്ലതുപോലെ എൻജോയ് ചെയ്യും. നമ്മളുടെ ഫ്യൂജി ആയിരുന്നാലും നല്ല ഷോക്കിങ്ങിലായിരുന്നു. ഹനയായിരുന്നാലും ഈ നമുക്ക് നാളെ കാണാമെന്നും പറഞ്ഞിട്ട് അവനോട് ബായി പറഞ്ഞ് തിരിഞ്ഞു നടക്കും. അവൾക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല അവൻ എന്താണ് പ്രശ്നമെന്ന്, അവൻ എന്തിനാണ് ഇപ്പൊ കരഞ്ഞത് എന്ന്. അവൾ നല്ല കൺഫ്യൂസ്ഡ് ആയിരുന്നു. ഈ എപ്പിസോഡ് ഇവിടെ വെച്ച് അവസാനിക്കുന്നു. ഇഷ്ടപ്പെട്ട ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നെന്ന് കമന്റ് ചെയ്ത് അറിയിക്കുക. ഇറ്റ്സ് സൈനിങ് ഓഫ് MDC.